വെൽക്കം ബാക്ക്. നമ്മുടെ അന്നത്തെ ലാസ്റ്റ് വീഡിയോ ഒരു 1M ഒക്കെ അടിച്ചിട്ട് അങ്ങ് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും മഹേഷ് കുഞ്ഞുമോൻ വരുന്ന പറയുമ്പോൾ ഞങ്ങളും കുറെ എക്സൈറ്റഡ് ആണ്. ഇന്ന് വേറെ എന്തൊക്കെയൊക്കെയോ കാണാം എന്നൊക്കെ ഉള്ളത്. അന്ന് നാദിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സിദ്ദിഖ് സാറും മാമുക്കോയ സാറൊക്കെ ഉണ്ട്. എല്ലാവരോടും ഒരു ഹായ് പറയാം. അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ന് 2 ഐറ്റമാണ്. ഒന്ന് ഒരു 12 പേർക്ക് സ്പോട്ട് ഡബിങ്ങും, പിന്നെ നമ്മുടെ ദുൽഖർ പാടിയ ഡിങ്കിരി ഡിങ്കാൽ എന്ന സോങ് മലയാളത്തിലെ ആ സോങ് മലയാളത്തിലെ കുറച്ച് താരങ്ങൾ ഒരുമിച്ച് പാടുകയാണ്. അപ്പൊ ആദ്യം നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി ദുൽഖർ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഘഗാനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മ്യൂസിക്. ഡിങ്കിരി ഡിങ്കാലേ നിനക്ക് ഡിങ്കിരി ഡിങ്കാലേ ഉലകം പോന പോക്ക് പാറ് കണ്ണമ്മ പെണ്ണാലേ. ഡിങ്കിരി ഡിങ്കാലേ നിനക്ക് ഡിങ്കിരി ഡിങ്കാലേ ഉലകം പോണ പോക്ക് പാറ് റോസമ്മ പെണ്ണാളേ. പക്കത്ത് വീട്ടില് റോസമ്മ പെണ്ണേ കണ്ട നല്ലൊരു ഡിസ്കോന്തിരി പെണ്ണേ. ബെൽ ബോട്ടൺ പാൻസും ഇട്ട് ഹൈ ഹീൽ ഷൂസും ഇട്ട് കുതിര പോലെ കുതാടും പെണ്ണേ. ലാലേ 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 ലാലേ. നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇന്നു നിന്നു വലഞ്ഞല്ലോ. നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇന്നു നിന്നു വലഞ്ഞല്ലോ. ആ റോസാമേ മടിയ റോസാമേ ഒന്ന് ചിരിച്ചിട്ട് പോ റോസാമേ. ആ റോസാമേ മടിയ റോസാമേ ഒന്ന് ചിരിച്ചിട്ട് പോ റോസാമേ. ലാലേ 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 ലാലേ. പണ്ടൊരിക്കൽ ഇംഗ്ലണ്ടിൽ ഞാൻ പോയപ്പോൾ ഒരു മഥാമ്മയെ ഞാൻ സ്നേഹിച്ചു. പിന്നെ ഞാൻ നാട്ടിൽ മടങ്ങി വന്നിട്ട് എൻ്റെ റോസാമ്മ പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചു. ബ്രെഡിൽ വെണ്ണ പുരട്ടി മതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. ബ്രെഡിൽ വെണ്ണ പുരട്ടി മതമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. സരസമ്മ പൂല സരസമ്മയല്ല റോസമ്മ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. റോസമ്മ പൂല പുഴുങ്ങി നല്ല ചാലക്കറി കുട്ടി അടിച്ചു. ലാലേ 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 ലാലേ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു 12 സ്റ്റാർസിന്റെ ഒരു സ്പോട്ട് ഡബിങ് ആണ്. അപ്പൊ അതിലേക്ക് സ്പോട്ട് ഡബ്. സമ്മതിച്ച് എന്തു പണ്ടാരാണോ അവൻ. ഒരുമാതിരി ജാടയും ചെന്ന വഴിക്കൊരു 5 ഡയലോഗും. എനിക്കാണെങ്കിൽ ആകെ പൊളിഞ്ഞിട്ട് പിന്നെ എൻ്റെ ആവശ്യമായി പോയി. എടാ ഇവനെ വേറെ ആരും കൊണ്ടാണ്ട് നോക്കുള്ളൂട്ടാ. എന്നിട്ട് നീ നിറങ്ങാൻ പോയിട്ട് നിനക്ക് എന്നാ പേര് കിട്ടിയേ? സാർ ഇവിടെ ഉള്ളമാരൊക്കെ കള്ളപ്പേരുകളാണ്. ഒരാൾക്ക് തന്നെ 4-5 പേരുണ്ട്. അപ്പൊ നമ്മൾ മയിലാടുംകുട്ടി ജോയി അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. അനുമാരുടെ കൂട്ടത്തിൽ ആരും ആവാലോ. പിന്നെ നീ എന്നാ വിചാരിച്ചേ 1-ാം ക്ലാസ്സിൽ പേര് വിളിച്ച് അറ്റൻഡൻസ് എടുക്കുന്ന പ്രതികളെ പോകാമെന്നാണോ? എടാ 10-20 വർഷമാണ് ഞാനിന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. വ്യക്തിവൈരാഗ്യം മൂലം വനിതാ പോലീസിന്റെ പരാതിയിൽ പ്രതിയെ സ്റ്റേഷനിൽ വരുത്തി പീഡിപ്പിച്ചു. എന്നിട്ട് വീഡിയോ എടുത്ത ആളെ വാഹനം പിടിച്ച് കൊലപ്പെടുത്തി. അത് അപകടമരണമാക്കി തീർക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. നമ്മുടെ പേരിൽ നരകത്ത് കേസെടുക്കാൻ വേറെ വല്ലതും വേണോ? നിനക്കുമില്ലായിരുന്നോ ദാസ ഒരമ്മ? അവരെ ആരെങ്കിലും ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് നോവില്ല.
എനിക്ക് നോവും. എൻ്റെ അമ്മ ചത്തപ്പോൾ ഒരു കുഴി വെട്ടി മൂടിയിട്ട് അപ്പണിങ്ങോട്ട് പോയി. 3-4 ദിവസം ഞാൻ പട്ടിണി കിടന്നു. ഒരുത്തൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. വൈദ്യക്കാരി പാറുണ്ട് മോൻ പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ച് കാണും. 20 കൊല്ലം ഏത് സർക്കാരിനെ പിടിച്ചിട്ടാണ് നമ്മളോട് ചോദിച്ചത്? ഏതേലും ഒരുത്തന്നെ ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ടോ നമ്മളെ തുറക്കാരെ? ഒഴിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാന്ന് ഉണ്ടാന്ന്. നിന്റെ സർക്കാരിന്റെ ജയിലിലോട്ട് ഇത് കയറ്റാൻ എനിക്കറിയെങ്കിൽ നീ എന്നെ തീർത്ത് കാണിയിട്ട. இந்த படத்தில் நான் தான் ஹீரோ. ஆக்சுவலாக வந்து உங்களுக்கு தெரிய சொல்கிறேன். ஏன்னா அவருக்கு நான் வில்லனா, எனக்கு அவர் வில்லன் தானே. லாஜிக் கரெக்டான உங்களுக்கெல்லாம். நமக்கு ஒருத்தர் வில்லனா, அப்புறம் அவருக்கு நான் வில்லனா, எனக்கு அவர் வில்லன் தானே. பாதியில் குறுக்கிட்ட அவர் வில்லன் தானே. എനിക്ക് എന്തോടോ ഫ്രഷ് ജോം കിട്ടി പൊളിക്കൂ. ഇവന് വല്ല മോര് വാങ്ങിക്കൊടുത്ത് വീട്ടിലോട്ട് വിട്ട് ഞാൻ കുട്ടനാടൻ പാർക്കണം. ഇത് നിന്റെ പറമ്പൊന്നും അല്ലല്ല, ഒക്കെ കൂടി അടിച്ചു ഓടിച്ചാളെ ഞാൻ. എടാ ഇവിടത്തെ പണി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു സ്ലാബ് എടുത്ത് കൂടാൻ എത്ര സമയം വേണോടാ? ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചാടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മോനെ ഭീമ, നിന്റെ അടുത്ത് 2 കല്ലടിക്കി വെക്കാൻ പറഞ്ഞപ്പോ നീ അവിടെ കൊണ്ടുപോയി വാർത്ത് വെച്ചല്ലടാ. ഒരു കേസ് കൊടുത്തിട്ട് നാട്ടുകാരുടെ മുഴുവൻ വഴിമുട്ടിക്കാൻ എനിക്ക് അറിയാലഞ്ഞിട്ടല്ല. ഓസ്റ്റേപ്പ് തീരുമാനിക്കുമ്പോ നടന്നു പോയാ മതിയടാ നീയൊക്കെ. താങ്ക് യു സോ മച്ച്. എന്റെ മോനെ, ഇതില് ഞാനേ ഇത് 2 ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ രണ്ടാമത്തതുമാണോ ഇതിലേതാ കുട്ടി ചെയ്യാത്തത് ഞാൻ ആലോചിക്കാൻ കേട്ടോ. സൂപ്പർ, നോ വേർഡ്സ്. നമുക്ക് നേരെ ചോദിക്കാം. സിദ്ദിഖ് സർ എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഒരുപാട് സ്പോട്ട് ഡബിങ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ശബ്ദ അനുകരണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും പെർഫെക്ഷനോട് കൂടി ഞാൻ ആദ്യമായിട്ടാണ്. ഗംഭീരമായിട്ടുണ്ട്. ആ പാട്ടുകൾ നമ്മൾ ആരാണെന്ന് പറയാതെ നമുക്ക് മനസ്സിലാവും എല്ലാ പാട്ടുകളും. ഇപ്പോൾ വിഷ്വല് കാണിക്കുന്നുണ്ടായിരുന്നു, എന്നാലും നമുക്ക് മനസ്സിലാവുമായിരുന്നു. അത് ഒറ്റ പാട്ടിൽ ഒരു ബ്രേക്കാകാതെ പാടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. സൗണ്ട് മാറ്റി, സ്റ്റൈല് മാറ്റി. എത്ര കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? കുറെ പ്രാക്ടീസ് ചെയ്തായിരുന്നു. എക്സലന്റ്, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. മാമുക്കോയ് സർ എങ്ങനെയുണ്ടായിരുന്നു? മഹേഷ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടത്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒത്തിരി കഥാപാത്രങ്ങളുടെ ഒരേ ഇതിൽ പോകും. ഒരാളത് രണ്ടാളതൊക്കെ സാധാരണ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുടനീളം പല കഥാപാത്രങ്ങളെയും ഒന്നിച്ച് ഒരേ സ്പോട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി മാറി പറയല്ലേ. ഒരു അപാരമായൊരു കഴിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. താങ്ക് യു സർ. നാദിക. മഹേഷ് ആദ്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മോദിജി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പിണറായി സഖാവിൻ്റെ ഒരു വോയിസ് കുറച്ചിട്ടുള്ളൊരു വീഡിയോ വന്നിട്ട് ആ സംഭവം വന്നപ്പോൾ എല്ലാ മിമിക്രിക്കാരും കണ്ടുപോയി ഇത് കൊള്ളാം, നല്ല പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഇതോടുകൂടി ആ 2 സാധനം ചെയ്ത് തീരും, ബാക്കി ആൾക്കാർ പിന്നെ രക്ഷയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിനെന്ത് പുതുമ ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ ഒരു പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തിന് ദൈവം വിധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നാൽ ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഇന്ന് കേരളത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളിൽ ഇത്രയും മനോഹരമായിട്ട് ശബ്ദം ചെയ്യുന്നത് നമ്പർ 1 മഹേഷ്. ഇത് ഞങ്ങളുടെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കാണുന്നു മഹേഷ്. ബിക്കോസ് ഇത്രയും പേര് ഇപ്പം മഹേഷിന് ഒരുപാട് ഫാൻസ് ഔട്ട് ദെയർ ഉണ്ട്. അപ്പം അവരൊക്കെ നോക്കുമ്പോൾ നമുക്കിത് ലൈവായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഐ ഫീൽ സോ ബ്ലെസ്ഡ്. യു ആർ റിയലി ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.